നമസ്കാരം. ജ്യോതിഷ കൗതുകമുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഈ ചാനലിന് നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം 2025 മാർച്ച് മാസത്തെ നക്ഷത്രഫലങ്ങളാണ്. ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ. ഇന്ന് ഈ വീഡിയോയിൽ മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 5 നക്ഷത്രക്കാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. സാമാന്യ ഫലങ്ങൾ മാത്രമാണ് പറയാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളുടെ അടിസ്ഥാനത്തിലുമുള്ള ഫലങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ നക്ഷത്രത്തിൻ്റെ സ്വഭാവങ്ങളും കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ മാസത്തെ ഗ്രഹാവസ്ഥ നോക്കുമ്പോൾ ഇപ്പോൾ സൂര്യൻ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുകയാണ്. മാർച്ച് 14 വരെ സൂര്യൻ കുംഭൻ രാശിയിലാണ്, ശനിയോടൊപ്പമാണ് നിൽക്കുന്നത്. ശനി മാർച്ച് 29-നാണ് മീനൻ രാശിയിലേക്ക് കടക്കുന്നത്. സൂര്യൻ മാർച്ച് 15-ന് തന്നെ മീനൻ രാശിയിൽ എത്തിച്ചേരും. മീനം രാശിയിൽ നിലവിൽ രാഹു കുറേ കാലമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്, പുറകോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശുക്രൻ്റെ ഉച്ചരാശി രാശിയാണ് മീനൻ രാശി. അങ്ങനെ ശുക്രൻ ഉച്ചരാശി സ്ഥിതനായിട്ട് മീനത്തിൽ നിൽക്കുന്നു. ബുധൻ ഈ അടുത്ത സമയത്ത് മീനൻ രാശിയിലേക്ക് കടന്നു. ബുധൻ്റെ നീചരാശിയാണ് മീനൻ രാശി. അങ്ങനെ ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുന്നു. അതോടൊപ്പം രാഹുവിൻ്റെ സ്ഥിതിയുമാണ് മീനൻ രാശിയിൽ ഉള്ളത്. മാർച്ച് 29 ആകുമ്പോൾ ശനി കൂടെ മീനൻ രാശിയിലേക്ക് കടക്കും. അപ്പോൾ അവിടെ ആരെല്ലാം ഉണ്ടാകും? സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു, ഇത്രയും ഗ്രഹങ്ങൾ അവിടെ ഉണ്ടാകും മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്കും. പിന്നെ ചൊവ്വയാണെങ്കിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. വ്യാഴം ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ്റെ ചലനങ്ങൾ നോക്കുമ്പം മാർച്ച് 14-ാം തീയതി പൗർണമി വരുന്നു. മാർച്ച് 29-ന് അമാവാസി സംഭവിക്കുന്നു. അപ്പോൾ ഈ ഗ്രഹസഞ്ചാരങ്ങളെ, ഗ്രഹചാരം എന്ന് പറഞ്ഞാൽ ഗ്രഹസഞ്ചാരം, അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ 5 നക്ഷത്രക്കാരുടെ ഫലങ്ങളൊന്ന് നോക്കാം. മൂലം മുതൽ അങ്ങോട്ടുള്ള 5 നക്ഷത്രക്കാരുടെ. ഈ മൂലം നക്ഷത്രം ധനുക്കൂറിലാണ് വരുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശനിയും സൂര്യനും 3-ൽ സഞ്ചരിക്കുന്നു. രാഹുവും ബുധനും ശുക്രനും 4-ൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴം ഇടവത്തിൽ, ചൊവ്വ മിഥുനത്തിൽ, ചന്ദ്രൻ നിരന്തരം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു രാശിചക്രത്തിന് ചുറ്റും. അപ്പോൾ ഈ മൂല നക്ഷത്രക്കാർക്ക് ഈ 3-ൽ ശനി എന്ന് പറയുന്നത് വളരെ ഗുണകരമാണ്. അവരുടെ 7.5 ശനിയൊക്കെ കഴിഞ്ഞിട്ട് ശുഭകരമായിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അതിനിടയിൽ കുറച്ച് ഗ്രഹമാറ്റങ്ങളൊക്കെ ഉണ്ടായി ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ വന്നിട്ട് കാണും. എങ്കിലും കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ മാർച്ച് മാസം. സഹപ്രവർത്തകരുടെ സഹകരണങ്ങളോടുകൂടി പല കർമ്മപരിപാടികളും നടപ്പിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അതുപോലെ സർക്കാർ ജോലിയിലാണെങ്കിൽ പോലും കൂടുതൽ എഫിഷ്യൻസി അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തനക്ഷമത കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബിസിനസ്സിലും ലാഭം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ സമയത്ത്. പുതിയ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന കാലമാണ്. നിലവിലൊരു ജോലി ഉണ്ടെങ്കിൽ പോലും അല്പം കൂടെ മെച്ചപ്പെട്ട ശമ്പളവും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ജോലിയിലേക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഉള്ള സാഹചര്യവും ഉണ്ടാകുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ മംഗളകർമ്മങ്ങളിൽ ഒക്കെ പങ്കെടുക്കാനും അതുപോലെ തന്നെ സെയിം ടൈമിൽ തന്നെ അവരുടെ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കാനും സമയം കണ്ടെത്തുന്നതാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടും എന്ന് പറഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള മംഗളകർമ്മങ്ങൾ നടക്കുന്നിടത്ത് പോയി അതിലും പങ്കെടുക്കാൻ സാധിക്കും. ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ആ ദുഃഖത്തിന് ആശ്വാസം കൊടുക്കാനും സാധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതും ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ അംഗീകാരവും ലഭിക്കുന്നതാണ്. സമൂഹത്തിലൊരു നിലയും വിലയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി കൊണ്ടുള്ള അവസ്ഥ. കലാപ്രവർത്തനത്തിന്, സാഹിത്യ പ്രവർത്തനത്തിന്, അതുപോലെ ചിത്രരചന,
നൃത്തം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നാടകരംഗത്ത്, സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. പ്രവർത്തനത്തിന് തക്ക പ്രതിഫലവും കിട്ടും, അംഗീകാരവും കിട്ടും. അവർക്ക് കൂടുതൽ പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള അവസരങ്ങൾ പലതും ഉണ്ടാകുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തികമായിട്ടൊരല്പം ഞെരുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യ പകുതിയിൽ പൊതുവെ മെച്ചമാണ് അവസ്ഥ. അതുപോലെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അല്പം കൂടെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കാരണം 4ലേക്ക് സൂര്യൻ കടക്കും, രാഹുവും സൂര്യനുമായിട്ട് ചേരുന്നു. അതുപോലെ തന്നെ സൂര്യനും ശുക്രനും അവിടെ ചേരുന്നുണ്ട്. ശുക്രൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട് ശുക്രൻ എപ്പോഴും ശുഭഫലങ്ങളാണ് കൂടുതലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം ഉണ്ടാകും. സൂര്യൻ 4ലേക്ക് പോകുന്നതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായൊരു കണക്കും രേഖകളും ഒക്കെ വെച്ച് പോകുന്നതാണ് ഉചിതം. അതുപോലെ തന്നെ ഈ കുടുംബ ബന്ധങ്ങളിൽ പുറത്തുനിന്നുള്ള ചില ആൾക്കാരുടെ ഇടപെടലുകൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരെ അങ്ങ് ഒതുക്കുക എന്നുള്ളതേ ഉള്ളൂ. പല സാവധാന ഭേദദണ്ഡങ്ങളിൽ കൂടെ ഒന്ന് മാറ്റി വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതെ സത്യം മനസ്സിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ മറ്റവർ തന്നെ ഒഴിഞ്ഞു പൊക്കോളും. പിന്നെ നല്ല അവസരങ്ങൾ കൈവരുന്ന ഒരു മാസമാണ്. ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ അത് നഷ്ടപ്പെടുത്താതെ ആ ടൈം പരമാവധി ഉപയോഗിക്കുക. അപ്പോൾ ഈ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മഹാദേവനെ പ്രാർത്ഥിക്കാനും വഴിപാട് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും വഴിപാടുകൾ കൊടുക്കേണ്ടതാണ്. വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ് ഈ ധനുരാശി എന്ന് പറയുന്നത്. അതുപോലെ മീനൻ രാശിയും വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർക്ക് 4ാം രാശിയാണല്ലോ ഈ മീനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4ാം ഭാവം എന്ന് പറയുന്നത് വാഹനം, വീട്, കുടുംബ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ പ്രതീകമായ വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകിച്ചും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അവർ ഈ പഠനത്തിന് പുറമേയുള്ള പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ പഠനത്തെ അത് ബാധിക്കാതെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനമ്മമാർ വന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. കാരണം കലാപ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല അംഗീകാരവും മെച്ചവും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ശ്രദ്ധ മാറിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ അവസരം കിട്ടുന്നതാണ്. അപ്പോൾ ഡോക്ടർമാർ, മറ്റ് വൈദ്യന്മാർ, ഹോമിയോ, ആയുർവേദം, യുനാനി, സിദ്ധയൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ നഴ്സിംഗ് രംഗത്തുള്ളവർക്കും മെച്ചപ്പെട്ട വിദേശ ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് പൂരാട നക്ഷത്രത്തിൻ്റെ ഫലമാണ്. പൂരാടവും ധനുക്കൂറിലാണ് ഉൾപ്പെടുന്നത്. പക്ഷേ ഈ നക്ഷത്ര സ്വഭാവം തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പൂരാട നക്ഷത്രക്കാരുടെയും മൂലം നക്ഷത്രത്തിൻ്റെയും സ്വഭാവം കുറച്ച് വ്യത്യസ്തമായിരിക്കും. പൂരാട നക്ഷത്രക്കാർക്കും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ട് സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പൊതുജന മധ്യത്തിൽ സ്വാധീനം ഉണ്ടാകുന്നതാണ്. ഇനി മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ അല്പം കുറഞ്ഞാലും സ്വന്തമായിട്ട് പ്രവർത്തനങ്ങൾ നന്നായിട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഉദ്യോഗസ്ഥർക്കാണെങ്കിലും മറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും സ്വകാര്യ മേഖലയിലുള്ളവർക്കാണെങ്കിലും സ്വന്തമായിട്ട് പ്രവർത്തനത്തിൽ മികവ് കാണിക്കാനായിട്ട് കഴിയുന്നതാണ്. ബിസിനസ്സിന് വേണ്ടി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ആ യാത്രകൾ ഗുണകരമായിട്ട് മാറുന്നതാണ്. അതുപോലെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ സാധിക്കും. കടങ്ങൾ കുറേയേറെ വീട്ടിൽ തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ താമസിച്ചുകൊണ്ട് ചില പണക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് കാണും. അതൊക്കെ ഇപ്പോൾ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചക്കുറവ് പരിഹരിക്കാൻ കഴിയും. ഉന്നത വ്യക്തികളുടെ പിന്തുണ ഉണ്ടാകും. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള യോഗമുണ്ട്. പണയത്തിലായിരുന്ന വസ്തു തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ, അതുപോലെ ആത്മീയ സംഗമങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. മാസത്തിൻ്റെ അവസാനം ശനി 4ാം ഭാവത്തിലേക്ക് മാറുന്നു. കണ്ടകശനി ആരംഭിക്കും. മൂലം നക്ഷത്രക്കാർക്ക് ഉള്ളതിനേക്കാളൊരല്പം കൂടെ ഹാർഡാണ് പൂരാട നക്ഷത്രക്കാർക്ക് കണ്ടകശനി കൊണ്ട്. കാരണം വീട് നിർമ്മാണത്തിലോ വീട് മെയിൻ്റനൻസിലോ ഒക്കെ തടസ്സങ്ങൾ നേരിടാം. ധനത്തിനൊരല്പം ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന ചെറുതാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. സുഹൃത്ത് ബന്ധങ്ങളിൽ ഒരു വീണ്ടു വിചാരം വേണ്ടി വരുന്ന കാലഘട്ടമാണ്. നമ്മുടെ കൂട്ടത്തിൽ പങ്കാളികളായിട്ടും നമുക്ക് ഉപദേശം നൽകിയൊക്കെ നിന്നിരുന്നവർ പതുക്കെ ചുവട് മാറ്റുന്ന ഒരു അവസ്ഥ ഈ സമയത്ത് സംജാതമാകും.
അപ്പം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ബുധൻ നീചത്തിലാണ് നിൽക്കുന്നത്. പിന്നെ മാസത്തിൻ്റെ മധ്യത്തോടു കൂടി സൂര്യൻ 4-ാം ഭാവത്തിലേക്ക് എത്തിച്ചേരും. മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ശനിയും അവിടെ എത്തിച്ചേരും. അപ്പോൾ ശനി അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും കണ്ടകശനിയാകും. പിന്നെ ഈ സൂര്യൻ എത്തുന്നതുകൊണ്ട് പല ഗ്രഹങ്ങൾക്കും മൗഢ്യം ഉണ്ടാകും. പിന്നെ വിഷഗ്രഹമായ രാഹുവിൻ്റെ ഒരു സാന്നിധ്യവും ഉണ്ട്. രാഹു ഒരുപാട് ഗുണങ്ങൾ ചില സന്ദർഭങ്ങളിൽ ചെയ്യുമെങ്കിലും പൊതുവേ രാഹുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അല്പം വിഷം കലർന്ന സ്വഭാവമാണ്. അതിനെ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും മെച്ചം. അപ്പം മറ്റു വഴിപാടുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ സർപ്പദൈവങ്ങൾ കൂടെ വഴിപാട് ചെയ്യാൻ പൂരാട നക്ഷത്രക്കാർ മറക്കരുത്. ഈ സുഹൃത്ത് ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് ഒരു നെയ്വിളക്കെങ്കിലും തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ കൊടുക്കുക. ഇതൊക്കെ വ്യാപാര രംഗത്തെ മെച്ചത്തിനും കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകാനുമൊക്കെ വളരെ ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികളും പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അച്ഛനമ്മമാരും അവരെ അതിന് സഹായിച്ചു കൊടുക്കുക. ബിസിനസ്സിൽ കൃത്യമായ ടാക്സ് അടച്ച രേഖകൾ, ബില്ലുകൾ, രജിസ്റ്ററുകൾ ഇതെല്ലാം സൂക്ഷിക്കണം. GST തുടങ്ങിയവയൊക്കെ കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടോ എന്ന് ഈ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ സ്വയമേവ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനൊക്കെ ജോലിക്കാരെ നിയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൺസൾട്ടൻസിനെ നിയമിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക. ചെറിയ കാലതാമസം കൊണ്ട് ധനനഷ്ടം ഉണ്ടാകാനുള്ളൊരു യോഗം ഈ സമയത്തുണ്ട്. അതുകൊണ്ട് വ്യാപാരികളുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഡേറ്റൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ധനുക്കൂറിലും ബാക്കി 3/4 ഭാഗം മകരക്കൂറിലുമായിട്ടാണ് വരുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതി പൊതുവേ ഗുണകരമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. നേരത്തെ അപേക്ഷകളൊക്കെ കൊടുത്ത് കാത്തിരുന്ന് കാലതാമസം വന്നിരുന്ന ആൾക്കാർക്ക് ഈ സമയത്ത് അതൊക്കെ ക്രമേണ സാധിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ സൂര്യൻ 2-ൽ നിൽക്കുന്നതിൻ്റേതായ ഗുണഫലങ്ങൾ ഉണ്ടാകും. ചെറിയ ചില ദോഷഫലങ്ങളും ഉണ്ടാകും എങ്കിൽ പോലും ഈ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഈ മകരക്കൂറിൻ്റെ അധിപനും കുംഭക്കൂറിൻ്റെ അധിപനുമാണല്ലോ ശനി. അപ്പം രാശ്യാധിപൻ തന്നെ 2-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടും. എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിലും കുറേയേറെ കാര്യങ്ങളിൽ ഇത് ഗുണം ചെയ്യും. പക്ഷേ ഈ സൂര്യനും ശനിയുമായിട്ടുള്ള കോമ്പിനേഷൻ അത്ര ഗുണകരമല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതുപോലെ സഹോദരന്മാർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യും. സഹോദരന്മാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് സഹോദരീ സഹോദരന്മാർക്ക്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹായമൊക്കെ ലഭിക്കുന്നതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കും. കടങ്ങൾ കുറേയേറെ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് കടം കിട്ടാനുണ്ടല്ലോ, തിരിച്ച് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് കുറേ കാലമായിട്ട് കിട്ടാതിരുന്നത് ഇപ്പോൾ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കാനുള്ള കാലതാമസം ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ടാകാൻ ഇടയുണ്ട്. പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട പല കാര്യങ്ങളിലും അവർ അല്പം ഒന്ന് അന്താളിച്ച് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഒരല്പം കാലതാമസം വരുത്തും. അപ്പോൾ അതൊന്ന് മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്താൽ അവർക്ക് സുഖമായിട്ട് ഈ മാസം കടന്നു പോകാനായിട്ട് കഴിയും. ധനപരമായ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തീരുമാനം എടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കണം. ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. പക്ഷേ ഒരുപാട് ഡിലേ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. ബിസിനസ് രംഗത്തുള്ളവർ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം. നമുക്ക് ഉചിതം എന്ന് തോന്നുന്നൊരു തീരുമാനം എടുക്കുക, ആ വഴിയെ അത് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഒരു തീരുമാനം എടുക്കാത്തതിലും നല്ലതാണ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് എടുക്കുക. അവിടെയും ഈ പറഞ്ഞ പോലെ ശുക്രൻ ഉച്ചസ്ഥിതിയിലായത് വ്യാപാരത്തിനൊക്കെ ഗുണം ചെയ്യും. പക്ഷേ ചിന്തിച്ചെടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ബുധൻ നീചത്തിലാണല്ലോ. അപ്പം ബുദ്ധിപരമായ ആ ചിന്താപരമായ കാര്യങ്ങൾക്കൊക്കെ ഒരല്പം മങ്ങൽ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടവുമാണ്. പിന്നെ സൂര്യൻ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ മൗഢ്യവുമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രയാസവും ഉണ്ടാകും. ദാമ്പത്യത്തിൽ ചില്ലറ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. അത് പരസ്പരം പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ കുട്ടികളെയും കൂടെ അത് ബാധിക്കും. കുട്ടികളുടെ മാനസികാവസ്ഥയെ ഈ അച്ഛനമ്മമാർ തമ്മിലുള്ള തർക്കങ്ങൾ ബാധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും കുടുംബത്തിലൊരു സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് പുരുഷനായാലും സ്ത്രീയാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കുക. അത് ഇപ്പോൾ കുട്ടികൾ ഇത് തന്നെ കണ്ടുപഠിക്കും, അവരുടെ ജീവിതത്തിൽ അത് പകർത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ ഒരു സംഗതി അല്പമൊക്കെ സാമ്പത്തിക ടൈറ്റ് വന്നാലും
അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ അതിന് പരസ്പരം കുറ്റപ്പെടുത്തുക, തർക്കിക്കുക, അതൊന്നും ശരിയല്ല. പക്ഷേ ഈ സമയത്ത് അതിനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തികമായിട്ടൊരു അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് പോയാൽ ദാരിദ്ര്യമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. കടമൊക്കെ ഒരു പരിധിവരെ അടച്ചു തീർക്കാനും അവർക്ക് സാധിക്കും. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം മകരക്കൂറിലാണ് ഉൾപ്പെടുന്നത്. ആദിത്യൻ മാസത്തിൻ്റെ പകുതി വരെ 2-ാം ഭാവത്തിലാണ്, പിന്നെ 3-ാം ഭാവത്തിലേക്ക് കടക്കും. അപ്പോൾ ഈ ആദിത്യൻ 2-ൽ നിൽക്കുമ്പോൾ ദേഹ അസ്വാസ്ഥ്യം ഉണ്ടാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ശനിയോട് ചേർന്നുമാണ് നിൽക്കുന്നത്. മനക്ലേശത്തിനും സാധ്യത ഉണ്ട്. പക്ഷേ സൂര്യൻ 2 നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്നുള്ളത് തിരുവോണ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. അതായത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടത്, അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടത്, സ്വന്തം അധികാരവുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ല. ധനപരമായിട്ടും വലിയ ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടാകുകയില്ല. പക്ഷേ മാനസികമായ ക്ലേശം ഉണ്ടാകാൻ ചില ഘട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വിലപ്പെട്ടതായിട്ട് സൂക്ഷിച്ചിരുന്ന പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട്. 2-ാം പകുതിക്കാണ് ഗുണം കൂടുതൽ. ആദ്യ പകുതിയിൽ ഒരല്പം ശത്രുദോഷമൊക്കെ അനുഭവപ്പെടാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. ശനി 2-ൽ സഞ്ചരിക്കുന്നു എന്നുള്ളതും സൂര്യൻ 2-ലാണ് എന്നുള്ളതും. അപ്പം ശനി 2-ൽ സഞ്ചരിക്കുമ്പോൾ രാശിനാഥനായതുകൊണ്ട് നമ്മളെ ആ ദോഷം ബാധിക്കുകയില്ല. പക്ഷേ 3-ൽ രാഹുവുണ്ട്, ശുക്രനുണ്ട്, നീചരാശിയിൽ സ്ഥിതനായ ബുധനും ഉണ്ട്. പിന്നെ ചൊവ്വ എന്ന് പറയുന്നത് ഇപ്പം മിഥുന രാശിയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ശത്രുദോഷം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്, ശത്രുക്കളുടെ എതിരായ പ്രവർത്തനങ്ങൾ. പക്ഷേ അത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട്. എങ്കിലും എത്രയാണെങ്കിലും ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറഞ്ഞ പോലെ ഈ ശത്രുക്കളുടെ ചില പ്രവർത്തനങ്ങൾ നമ്മളെ ഒരല്പം ഉലയ്ക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശകലം ക്ഷീണമോ അല്ലെങ്കിൽ തടസ്സമോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ ഏതൊരു കടമ്പയും കടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സ്ത്രീജനങ്ങളുടെ പിന്തുണ നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. സ്വന്തം ബിസിനസ് വലിയ തോതിൽ തുടങ്ങാനായിട്ട് ഈ അവസരം അത്ര ഗുണകരമല്ല. കാരണം ഈ രാഹു മെയ് മാസം ആകുമ്പോഴത്തേക്ക് 2-ലേക്ക് വരും. ഇപ്പം മാർച്ച് മാസത്തിൽ ഗുണകരമാണെന്ന് പറഞ്ഞ് ചാടിക്കയറി തുടങ്ങിയാലും മുന്നോട്ടങ്ങോട്ട് അത്ര ഗുണകരമല്ല. അത് ഗ്രഹങ്ങളുടെ അവസ്ഥ പൂർണ്ണമായിട്ടൊന്ന് മാറിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഏറ്റവും കുറഞ്ഞത് ഈ വ്യാഴമാറ്റം വരെയെങ്കിലും ഒന്ന് കാത്തിരിക്കുന്നതാണ് പുതിയ ഏതെങ്കിലും സംരംഭം തുടങ്ങാൻ നല്ലത്. നിലവിലുള്ളത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും അല്പം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള പ്രവണതയുണ്ടാകാം. പഠനത്തിലൊരു ശകലം ശ്രദ്ധ കുറയുക, മറ്റു കാര്യങ്ങളിലേക്ക്, സിനിമ, മറ്റു വിനോദങ്ങൾ, കളികൾ, അതിലേക്കൊക്കെ ശ്രദ്ധ തിരിഞ്ഞു പോകാം. അപ്പോൾ ഈ കളികളൊക്കെ നല്ലത് തന്നെ. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനൊന്നും പറ്റിയില്ല. എങ്കിൽ പോലും പഠനത്തിൻ്റെ സമയം പഠനത്തിന് തന്നെ ഉപയോഗിക്കാനായിട്ട് അവരെ നിർബന്ധപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കുക. അടിച്ചും പിടിച്ചുമൊന്നുമല്ല വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. സ്നേഹം കൊണ്ട് തന്നെ അവർക്ക് കർത്തവ്യബോധമുള്ളവരാക്കുക. അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പഠനത്തിലേക്ക് കൊണ്ടുവരിക. എന്തായാലും രക്ഷിതാക്കളുടെ ഒരു മേൽനോട്ടവും ഉപദേശവും ഒക്കെ ഉള്ളത് നല്ലതാണ്. ഉപദേശിക്കുമ്പോൾ അവരെ ബോറടിപ്പിക്കാതെ സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ പോലീസും പട്ടാളമൊക്കെ കാണിക്കുന്ന രീതിയിൽ ഉപദേശിച്ച ഇപ്പോഴത്തെ പിള്ളേർ ആരും അതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് നല്ല രീതിയിൽ അവർക്ക് അവരുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ ഉപദേശം കൊടുക്കുക. അവർ നേർവഴിക്ക് വന്നോളും. പിന്നെ ഇപ്പം ഏഴരശനിക്കാലമാണ് ഈ തിരുവോണ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ശനി ഈ മാസത്തിൻ്റെ അവസാനം മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പം തിരുവോണ നക്ഷത്രക്കാരുടെ ഏഴരശനി അവസാനിക്കും. അപ്പോൾ അതോടുകൂടി അവർക്ക് ഒരു വലിയൊരളവ് വരെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. പക്ഷേ മാർച്ച് മാസത്തിൻ്റെ ഫലം നോക്കുമ്പോൾ അതുകൊണ്ട് വലിയൊരു മാറ്റം ഇപ്പോൾ പറയാൻ പറ്റില്ല. അടുത്ത മാസം മുതൽ ആ ഏഴരശനി മാറുന്നതിൻ്റേതായ ഗുണഫലങ്ങൾ തിരുവോണ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ശനി മാറുന്ന സമയത്ത് അവർ ശാസ്താവിന് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി ഭാഗം മകരക്കൂറിലും രണ്ടാമത്തെ പകുതി ഭാഗം കുംഭക്കൂറിലുമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2-ൽ സൂര്യനും ശനിയും നിൽക്കുകയാണ് മാസത്തിൻ്റെ ആദ്യത്തിൽ. സൂര്യൻ മാസത്തിൻ്റെ പകുതിയാകുമ്പം 3-ലേക്ക് കടക്കും.
ശനി മാസ അവസാനം 3-ാം ഭാവത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ വിലയിരുത്തുമ്പം അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ പ്ലാൻ ചെയ്ത് പല കാര്യങ്ങളും നടപ്പാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് മുന്നോട്ടുള്ള പ്ലാനുകൾ അവർക്ക് വിഭാവനം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ടൊക്കെ ഒത്തുചേർന്ന് നടത്തുന്ന ബിസിനസ്സുകളിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടാനുള്ള യോഗം ഈ സമയത്ത് ഉണ്ട്. പിന്നെ ഒരു പ്രയാസം വരാനിടയുള്ളത്, കുടുംബത്തിന് വേണ്ടി നമുക്ക് അധികം സമയം മാറ്റിവെക്കാൻ കഴിയില്ല. നമുക്ക് അല്പം തിരക്ക് പിടിച്ച സമയങ്ങളാണ് വരാൻ പോകുന്നത്. പക്ഷേ ധനം അതിലൂടെ വരികയും ചെയ്യും. കുടുംബത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പരിഗണിച്ചില്ലെങ്കിൽ അതും ഒരു പ്രയാസമാണ്. അതുകൊണ്ട് കുറച്ച് സമയം അതിനു വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബത്തോടൊപ്പം അല്പസമയം ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ സമയത്ത് ബിസിനസ്സിൽ പെട്ടെന്നൊരു ഉണർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ഫുൾ ടൈം പോകാതെ കുറച്ച് കുടുംബകാര്യങ്ങളും കൂടെ നോക്കുക. സ്ത്രീജനങ്ങളുടെ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ്. പിന്നെ കൃഷി സംബന്ധമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കാർഷിക ആദായം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊരല്പം ശ്രദ്ധ കുറയും. അവരെ അച്ഛനമ്മമാർ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട്. പരീക്ഷകളിൽ വിജയമുണ്ടാകാൻ യോഗമുണ്ട്. അപ്പോൾ പഠനത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ലോണുകൾ, ധനസഹായങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സർക്കാരിൽ നിന്ന് സഹായമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കരാറ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല കരാറുകൾ, നല്ല പ്രോജക്റ്റുകളുടെ കരാറുകൾ കിട്ടാനുള്ള യോഗമുണ്ട്. ശ്രദ്ധിച്ച് കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് നമുക്ക് കൃത്യസമയത്ത് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റണം ആ സർവീസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ നല്ലൊരു പുരോഗതി നേടാനായിട്ട് സാധിക്കും. ഒരല്പം കൂടുതൽ കോട്ട് ചെയ്താൽ പോലും നമ്മൾ സമയത്ത് ആ ഓർഡർ തീർത്ത് കൊടുക്കണം. അതുപോലെ കാറ്ററിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. ധാരാളം ഓർഡറുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഫുഡ് കൃത്യസമയത്ത് നല്ല രീതിയിൽ വിളമ്പി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ കിട്ടാനുള്ളൊരു യോഗം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തുടങ്ങാനായിട്ട് പറ്റുന്നൊരു മാസവുമാണ് ഈ മാർച്ച് മാസം. അതായത് പുതിയ കരാറുകൾ ഏറ്റെടുത്ത്, ഏതൊരു കാര്യത്തിലാണെങ്കിലും പുതിയൊരു കരാർ ഏറ്റെടുത്തിട്ട് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുന്ന കാലഘട്ടമാണ്. പിന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിമാറ്റം ഈ മാസാവസാനം നടക്കുമ്പം 7.5 ശനി തീരും. കുംഭക്കൂറിൽപ്പെടുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് 7.5 ശനി തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാശിക്കാരും തമ്മിൽ, അല്ലെങ്കിൽ അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാമത്തെ പകുതിയും തമ്മിൽ അല്പം വ്യത്യാസം ഉണ്ടായിരിക്കും അനുഭവങ്ങളിൽ. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മക്കൂറിൽ നിന്ന് ശനി മാറുന്നു എന്നുള്ളത് മാസാവസാനം കിട്ടുന്ന ഒരു ഗുണാനുഭവമാണ്. ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കുറേയേറെ പ്രയാസം വരുന്നത്. പക്ഷേ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി വലിയ മാരകമല്ലാത്ത എന്താണ്, അവരുടെ രാശിനാഥനാണ് ശനി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ 7.5 ശനി മാറുന്നവർക്ക് ജീവിതത്തിലെ ഒരു വലിയ ദുരിതം മാറുകയാണ്. അതുപോലെ തന്നെ ജന്മശനി മാറുന്നവർക്ക് കുറേയേറെ തടസ്സങ്ങൾ മാറുന്നുണ്ട്, മനപ്രയാസങ്ങളും മാറും. ഇനിയിപ്പോൾ ചൊവ്വയൊക്കെ സ്ഥാനം മാറിയാലേ, വ്യാഴമൊക്കെ സ്ഥാനം മാറുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ എടുത്തു പറയത്തക്ക വ്യത്യാസങ്ങൾ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. എങ്കിൽ പോലും അവിട്ട നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കുമ്പോൾ അവർക്ക് മാർച്ച് മാസം ഗുണകരമാണ്. അവർ മഹാദേവന് വഴിപാടുകൾ ചെയ്യുക, കുടുംബദേവതയ്ക്കും വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉചിതമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴുള്ള ബിസിനസ്സിൽ കൃത്യമായ രേഖകളും കണക്കുകളുമൊക്കെ സൂക്ഷിക്കുക. പാർട്ട്ണർമാരെ കണ്ണുടച്ച് വിശ്വസിക്കരുത്. എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ കൂടെ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. പാർട്ട്ണർമാർ പറ്റിക്കുമെന്നുള്ളതല്ല, ചതിക്കുമെന്നുള്ളതല്ല. എങ്കിൽ പോലും അവർക്കൊരല്പം ലാപ്സ് വന്നാലും, അല്ലെങ്കിൽ അവർക്കൊരല്പം ശ്രദ്ധക്കുറവ് വന്നാലും അത് ബിസിനസ്സിനെ ബാധിക്കാം. അതുകൊണ്ട് നമ്മുടെ ഒരു ശ്രദ്ധ കൂടെ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം, ഏത് ബിസിനസ്സാണെങ്കിലും. അപ്പോൾ എന്താണെങ്കിലും ക്ലേശകരമായ അവസ്ഥയിൽ നിന്ന് മോചനം പതുക്കെ നേടി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ മാർച്ച് മാസം മുതൽ മുമ്പോട്ടുള്ള കാലഘട്ടം. പിന്നെ ഗ്രഹങ്ങൾ അങ്ങും ഇങ്ങുമൊക്കെ നിൽക്കുന്നതിൻ്റേതായ ചില പ്രത്യേകതകൾ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 5 നക്ഷത്രക്കാരുടെ മാർച്ച് മാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.